ഹായ് ഹലോ നമസ്കാരം. +1 അഡ്മിഷനുള്ള മൂന്നാമത്തതെയും അതേപോലെ മുഖ്യ അലോട്ട്മെൻറ്റുകളിലെ അവസാനത്തുമായ അലോട്ട്മെൻറ്റ് ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകതകളും അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾ ഇനി എന്ത് ചെയ്യണം എന്നിങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് A to Z ഇൻഫോവേഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ട കോഴ്സുകൾ നല്ല മാർക്കുണ്ടായിട്ടും ലഭിച്ചിട്ടില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും? ഇത്തരം കാര്യങ്ങൾ നമുക്കിന്ന് വീഡിയോയിലൂടെ നോക്കാം. +1 അഡ്മിഷനുള്ള അലോട്ട്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ്. കാരണം 1-2 അലോട്ട്മെൻറ്റുകളിൽ ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ താൽക്കാലികമായി ചേർന്നവർക്കും അതുപോലെ ഏതെങ്കിലും സ്കൂളുകളിൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയവർക്കും നിർബന്ധമായും മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം അവിടെ പെർമനൻ്റായി ചേരേണ്ടതാണ്. എന്നാൽ 1-2 അലോട്ട്മെൻറ്റുകളിൽ സ്ഥിരമായി ചേർന്ന കുട്ടികൾക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പരിഗണിക്കേണ്ടതില്ല. അതായത് SLCയിൽ നല്ല മാർക്കുണ്ടായിട്ടും ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടില്ലെങ്കിലും ഏതെങ്കിലും സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ പെർമനൻ്റായി ചേരേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവർ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പരിഗണിക്കുകയും ചെയ്യുകയില്ല. അപ്പോൾ ഇത്തരം വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ ഇനി എന്ത് ചെയ്യും? അവർക്ക് 3 അലോട്ട്മെൻറ്റും കഴിഞ്ഞ് സ്കൂൾ അഡ്മിഷൻ തുടങ്ങിയതിന് ശേഷം, അതായത് നിലവിൽ 24-ാം തീയതിയാണ് ക്ലാസ് തുറക്കുക എന്നാണ് പറയുന്നത്. അതിനുശേഷം ഒഴിവുള്ള സീറ്റുകളിലേക്ക് ട്രാൻസ്ഫറുമായി അപേക്ഷ നൽകി ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എന്നാൽ അപേക്ഷയിലെ അപാകത മൂലമോ അതല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇനി എന്ത് ചെയ്യും? 3 അലോട്ട്മെൻറ്റുകളിലും എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് ഒട്ടും വിഷമിക്കേണ്ടതില്ല. അവർക്ക് ഇനിയും 2 അലോട്ട്മെൻറ്റ് മിനിമം ഉണ്ടായിരിക്കുന്നതാണ്. അവർക്ക് നിലവിലുള്ള +1 അഡ്മിഷൻ അപേക്ഷ പുതുക്കി നൽകേണ്ടതാണ്. അതായത് സപ്ലിമെൻ്ററി അപേക്ഷ നൽകേണ്ടതാണ്. അതിൻ്റെ തീയതി പിന്നീട് വരുന്നതായിരിക്കും. അധികം വൈകാതെ തന്നെ ചിലപ്പോൾ 25-ാം തീയതിക്കുള്ളിൽ തന്നെ അപേക്ഷ ക്ഷണിക്കുന്നതാണ്. ആ സമയത്ത് ഇതുവരെ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികളും അതുപോലെ തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലം അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് പുറത്തായ വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാത്ത, അതായത് ഏതെങ്കിലും വിഷയത്തിൽ തോൽക്കുകയോ മറ്റോ കാരണങ്ങളാൽ ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ നൽകാവുന്നതാണ്. സപ്ലിമെൻ്ററി അപേക്ഷയിലും അത്യാവശ്യം സീറ്റുകൾ സ്കൂളുകൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒട്ടും നിരാശപ്പെടേണ്ടതില്ല. അവർക്കും അഡ്മിഷനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ കാര്യങ്ങൾ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ +1-ന് ആദ്യത്തെ 3 അലോട്ട്മെൻറ്റുകളിൽ ഏതെങ്കിലും സ്കൂളുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ പെർമനൻ്റായി ചേരേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ പെർമനൻ്റായി ചേരുന്ന സമയത്ത് സ്കൂളുകൾ ഫീസ് അടയ്ക്കുകയും അതുപോലെ തന്നെ സൈറ്റിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രിൻ്റ് എക്സ്ട്രാ ഒരു കോപ്പി എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. കാരണം ഗ്രാൻഡ് പോലെയുള്ള സ്കോളർഷിപ്പുകൾക്ക് അത് നിർബന്ധമാണ്. ഇനി അവർക്ക് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരു സ്കൂളുകളിലും കിട്ടിയിട്ടില്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല. അവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വഴി അപേക്ഷ നൽകി സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി ഇഷ്ടപ്പെട്ട സ്കൂളുകളിലല്ല ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ പിന്നീട് ട്രാൻസ്ഫറുമായി സ്കൂളുകളോ അതല്ലെങ്കിൽ കോമ്പിനേഷനുകളോ മാറാവുന്നതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ A to Z ഇൻഫോവേഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.